ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 15 ശ്ലോകം 2. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, മനസ്സ് ഭൗതികമായ ആഗ്രഹങ്ങളിലും ചിന്തയിലും ബന്ധങ്ങളിലും ഒക്കെ കുടുങ്ങിയിട്ട് ജീവിതം വ്യർത്ഥമാക്കാതെ ഭഗവാനിലേക്ക്, ഭക്തിയിലേക്ക് തിരിയണം. മഹാത്മാക്കളുമായിട്ടുള്ള സംഘം നേടണം. അത് ഭഗവാനോട് ചേരാനും ജീവിതം അർത്ഥവത്താക്കാനും ധന്യമാക്കാനും നമ്മളെ സഹായിക്കുന്നു എന്ന്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ സാഖ്യശാസ്ത്രത്തിൽ പറയുന്ന 25 തത്വങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതി പുരുഷ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് മുൻപും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഭാഗവതത്തിൽ വലിയൊരു അധ്യായം 3-ാമത്തെ സ്കന്ധത്തിൽ 26-ാമത്തെ അധ്യായം 72 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൻ്റെ സാരസംഗ്രഹമാണ് ഇവിടെ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഭട്ടതിരി പറയുന്നത്. പ്രകൃതി പുരുഷ തത്വം അത് അറിഞ്ഞിരിക്കണം. അത് വ്യക്തമായിട്ട് ബുദ്ധി കൊണ്ട് അറിഞ്ഞാൽ പോരാ, അനുഭവിച്ച് അറിയുകയാണെങ്കിൽ ധ്യാനത്തിലൂടെ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മനസ്സിലുണ്ടാകുന്നത് പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ മായ പിന്നെ പിടികൂടില്ല എന്നാണ്. ശ്ലോകം: പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാ ന്യപി ഹൃദപിദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ അസൗ പ്രകൃത്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. സാഖ്യശാസ്ത്രപ്രകാരം എങ്ങനെയാണ് പ്രപഞ്ചത്തെ അറിയേണ്ടത് എന്നാണ്. ഭഗവാൻ, ആത്മാവ്, പുരുഷൻ, ദൈവം, വാസുദേവൻ എന്നൊക്കെ പറയുന്ന ആ ശക്തി പ്രപഞ്ചത്തിന് അതീതമാണ്. അതിനെ തന്നെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ആ ഭഗവാനിൽ നിന്നും മായാശക്തി അല്ലെങ്കിൽ മൂലപ്രകൃതി ഉണ്ടാവുകയാണ്. അതിനെ തന്നെയാണ് പ്രധാനം എന്നൊക്കെ ചിലതിക്കിൽ പറയണത്. അതിൽ നിന്നും മഹത്തത്വം അല്ലെങ്കിൽ ചിന്തിച്ച് ഉറപ്പിക്കുന്ന ആ ബുദ്ധിതത്വം ഉണ്ടാകും. പിന്നീട് അതിൽ നിന്നും അഹങ്കാരതത്വം ഉണ്ടാകും. അതിൽ നിന്നും മറ്റ് ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഒക്കെ ഉണ്ടാകും, മനസ്സും ഒക്കെ. ഒരു വാക്കിൻ്റെയും അർത്ഥം പ്രകൃതി മഹദഹങ്കാര, പ്രകൃതിയും മഹത്തത്വവും അഹങ്കാരതത്വവും, മാത്രാച്ച പഞ്ചതന്മാത്രകളും, ഭൂതാനി അഭി പഞ്ചഭൂതങ്ങളും, ഹൃത് അഭി മനസ്സും, ദശ അക്ഷീച്ച 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ആകുന്ന 10 ഇന്ദ്രിയങ്ങളും ചേർന്നാൽ 24 തത്വങ്ങളാകുന്നു. ഇതാണ് പ്രകൃതി. പുരുഷൻ എന്ന അടുത്ത തത്വം പഞ്ചവിംശ 25-ാമത്തെ തത്വമാകുന്നു. അത് പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ഇതി വിദിത വിഭാഗ, ഇപ്രകാരം ഈ വിഭാഗത്തെ നന്നായിട്ട് തിരിച്ചറിയുന്ന അസൗ, ഈ ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ്, മനുഷ്യന്മാർ, പ്രകൃത്യാമുച്യതേ, പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ എന്നാണെന്ന് പറഞ്ഞു. ആ മായയിൽ നിന്നും മോചിക്കപ്പെടുന്നു. ഇതി കപിലതനു, ഇപ്രകാരം കപിലനായിട്ട് അവതരിച്ച ത്വം, ഭഗവാനെ അവിടുന്ന് ദേവഹൂത്യൈനഗാദി, ദേവഹൂതിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഓരോ സമയത്തും സൃഷ്ടി നടക്കുന്ന സമയത്ത് ഭഗവാനിൽ നിന്നും പ്രകൃതി അല്ലെങ്കിൽ മായ അല്ലെങ്കിൽ മൂലപ്രകൃതി മാറുന്നു. അത് മഹത്തത്വമായിട്ടും പിന്നീട് അഹങ്കാരമായിട്ടും മാറുന്നു. പിന്നെ മാത്രാശ്ച, തന്മാത്രകൾ, അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെയുള്ള പഞ്ചതന്മാത്രകളാകുന്നു. ഭൂതാനി അഭി, പിന്നെ പഞ്ചഭൂതങ്ങളാകുന്നു. ആകാശം, വായു, ഭൂമി, അഗ്നി, വെള്ളം, അങ്ങനെയുള്ള 5 ഭൂതങ്ങളാകുന്നു. ഹൃദഭി, മനസ്സും അതിൽ നിന്നും ഉണ്ടാകുന്നു. പിന്നെയോ ദശ അക്ഷീച്ച, 10 ഇന്ദ്രിയങ്ങൾ, ചെവി, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളും
വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ 5 കർമ്മേന്ദ്രിയങ്ങളും അങ്ങനെ 24 തത്വം ആകുന്നു. പൂരുഷ പഞ്ചവിംശ, പുരുഷൻ അല്ലെങ്കിൽ ജീവാത്മാവ്, ഈശ്വരൻ ആകുന്ന 25ാമത്തെ തത്വവും ഉണ്ടാകുന്നു. ഇതി വിദിത വിഭാഗ, ഇപ്രകാരം വിദിതങ്ങളായിട്ടുള്ള സാഖ്യശാസ്ത്രപ്രകാരം പറഞ്ഞിരിക്കപ്പെട്ടിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളോടുകൂടിയ അസൗ, ഈ ജീവൻ പ്രകൃത്യ മുച്യതേ, പ്രകൃതിയിൽ നിന്നും വേറെയാകുന്നു. ഇതി കപിലതനുത്വം, ഇപ്രകാരമാണ് കപിലതനു എടുത്തിട്ടുള്ള കപിലാവതാരമായി വന്ന് അങ്ങ് അമ്മയ്ക്കായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ പല സ്ഥലത്തും 24, 25 എന്നൊക്കെ കാണുമ്പോൾ ഇതാണ് ഈ സാഖ്യശാസ്ത്രത്തിൽ പറയുന്ന 25 തത്വങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലുണ്ടാവണം. പ്രകൃതി, മൂലപ്രകൃതി, അതിൽ നിന്നും മഹത്തത്വം, പിന്നെ അഹങ്കാരതത്വം, അപ്പോൾ 3ആയി. പഞ്ചതന്മാത്രകൾ 5 എണ്ണാവുമ്പോൾ 8ആയി. ഭൂതാനി, പഞ്ചമഹാഭൂതങ്ങളാവുമ്പോൾ 8ഉം 5ഉം 13ആയി. മനസ്സ് 14. പിന്നെ ദശാക്ഷി, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അപ്പോൾ 10ആയി. അങ്ങനെ 10ഉം 14ഉം 24 തത്വങ്ങൾ ശരീരം അല്ലെങ്കിൽ പ്രകൃതി മായയുടെയാണ്. കൂടാതെ പ്രകൃതിയുടെയാണ് അതൊക്കെ. കൂടാതെ പുരുഷൻ അല്ലെങ്കിൽ പരമാത്മാവ്, അതിൻ്റെ അംശമായിട്ടുള്ള ജീവാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ, അതാണ് പുരുഷൻ എന്ന 25ാമത്തെ തത്വം. ഈ വിഭജനം ശരിയായിട്ട് അനുഭവിക്കുന്നവരുടെ ജീവനാണ് മായാമോചിതരാകുന്നത്. അപ്പോൾ ഇതറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിനെ തന്നെയാണ് ഞാൻ ആരാണ് എന്ന് ചിന്തിച്ചറിയുക, ധ്യാനിച്ചറിയുക എന്നൊക്കെ പറയണത് കൂടി മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായത്തിൽ ആത്മാവ് എന്താണ്, ആത്മാവിനെ ഒന്നും തൊടുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ആത്മാവിനെ തന്നെയാണ് ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞവർക്ക് ഇവിടെ യാതൊന്നിനെയും പേടിയില്ല. അവർ നിർഭയരാണ്. മരണം പോലും അവരെ പേടിപ്പിക്കുന്നില്ല. അവർ സ്വതന്ത്രരാകാണ്. 25ാമത്തെ വസ്തുവായിട്ടുള്ള പരമപുരുഷൻ ശരീരത്തിലെ ഓരോ അണുവിലും വ്യാപിച്ചിട്ടുള്ള ജീവചൈതന്യമാണ്. അത് പോയാൽ പിന്നെ ബാക്കിയുള്ള ഈ 24 തത്വങ്ങളാണ്. പഞ്ചഭൂതങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും തന്മാത്രകളൊക്കെ അടങ്ങുന്ന നമ്മളാണ്. പക്ഷേ അതിനെ ഒന്നും പ്രവർത്തിക്കാനോ ചലിക്കാനോ ഒരു കോശത്തിന് പോലും അനങ്ങാനോ സാധിക്കുകയില്ല. അപ്പോൾ പുരുഷനാണ് പ്രധാനം. പ്രധാനം എന്നിവിടെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് എന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ വെറുതെ പ്രധാനം എന്ന് പറഞ്ഞാൽ മായ എന്നും അർത്ഥമുണ്ടേ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ആ പരമ പുരുഷൻ്റെ അംശമാണ് നമ്മളിലിരിക്കുന്ന ജീവാത്മാവ്. അതിനെ സാക്ഷാത്കരിക്കേണ്ടതാണ് നമ്മളുടെ ആവശ്യം എന്നറിയണം. ഈ പ്രപഞ്ചം മുഴുവൻ എടുത്തു നോക്കിയാലും ഇവിടെ ഒരേ ഒരു പുരുഷ തത്വം ആണുള്ളത്. പ്രകൃതിയുടെ ഈ 24 തത്വങ്ങളുമുണ്ട്. അത് ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള മായാശക്തി പലതായി വിഭജിക്കപ്പെട്ടിട്ടുള്ളതാണ്. മായയ്ക്ക് അതീതനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവ് നമ്മളിൽ ഇരിക്കുന്നുണ്ട്. എത്ര കാലം ഇരിക്കുന്ന അറിയില്ല. നമ്മളുടെ മരണം വരെ ഉള്ളൂ സമയം. അതിൻ്റെ ഇടയ്ക്ക് അതിനെ സാക്ഷാത്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് 1ാമത്തെ ശ്ലോകത്തിൽ മഹാജനങ്ങളെ സമീപിച്ച് ശ്രവണം വഴി കേട്ട് അതിനെ ഉറപ്പിക്കണം. അതിനുശേഷം കളയാൻ പാടില്ല. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അത് അനുഭവയോഗ്യമാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരാണ് മുക്തന്മാരാവുക എന്നാണ് ഈ ശ്ലോകം. ഒന്നും കൂടി ഈ ശ്ലോകം ചൊല്ലാം. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാദി അഭിഹൃദഭിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ. അതാണ് ഇതിനെ അറിയുന്ന ആൾക്കാർ മുച്യതേ മോചിക്കപ്പെടുന്നു, മുക്തി നേടുന്നു. ജീവിച്ചിരിക്കെ തന്നെ ജീവൻ മുക്തൻ എന്ന ആ അവസ്ഥയിൽ പരമാനന്ദം അനുഭവിക്കുന്നു. ഇതി വിദിത വിഭാഗോ മുച്യതേ അസൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി.
ഭാഗവതം തൃതീയ സ്കന്ധം 26-ാം അധ്യായത്തിലെ 72 ശ്ലോകങ്ങളിൽ കൂടിയും നാരായണീയത്തിൽ തന്നെ മുൻപ് പറഞ്ഞ 5-ാമത്തെ ദശകത്തിൽ കൂടി കുറച്ചുകൂടി വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള ഈ കാര്യം ഒരേ ഒരു ശ്ലോകം കൊണ്ടാണ് ഇവിടെ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഓം തത്സത് സർവം കൃഷ്ണാർപ്പണമസ്തു.